ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ ഒരു 8 മണി ആയിട്ടോ ടൈം. അത് നീച്ചില്ല, ഉറങ്ങാണ്. ചായയുടെയും കാര്യമൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരൽ കഴിഞ്ഞ് ആകെ അടിച്ചു വാരി ഇട്ടുകയാണ്. അപ്പം ഇനി ചോറും കൂട്ടാനുമാണ് മെയിൻ. അപ്പോൾ അതും അവിടെ നല്ല ഉറക്കമാണ്. ചെങ്ങായി നല്ല ഉറക്കമാണ്. ഞാൻ ചായ കുടിച്ചിട്ടോ നീച്ചാൻ കാണാനില്ല. അപ്പോൾ ഇവിടെ ഒരാൾ നല്ല ഉറക്കമാണ്. നേഴ്സറിക്ക് പോകാൻ മടിച്ചിട്ട് നേരം വൈകി നീച്ചുന്ന ടീമാണ് കേട്ടോ. അയ്യോ അല്ല, ഇപ്പോഴൊന്നും നീച്ചൂല. നടികരൊന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിച്ചിട്ടുണ്ടാ. പിന്നെയും കറന്നുറങ്ങും. ഞാൻ നീച്ചിനീന് മുന്നേ ഒരുവിധ പണികളൊക്കെ വെച്ചു ഇതേറ്റ് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. വായിക്കേറ്റ് ഇതൊന്ന് ചെറുതായി താളിച്ചാന്ന് വിചാരിച്ചു. പിന്നെ മീന് പൊരിച്ചാറുണ്ട്. അപ്പം ഞാൻ നീച്ച് ചായ കൊടുക്കണം, വായ്ക്കുപ്പേരി കുക്കറിലിടണം. ആ പരിപാടിയൊക്കെ ഒന്ന് വേഗം കഴിച്ചട്ടെ. ഉപ്പേരി കുക്കറിലിട്ടിക്കണ്. ഇതൊന്നും കാട്ടിയിട്ടില്ല. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാൻ വിചാരിച്ചിട്ടാണ്. ഇത് മറ്റേ ഈ വാഴക്കേലേക്കില്ലാണ്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാണ്ട് ഒരു വെളുത്തുള്ളി ഇട്ടിട്ട് അങ്ങനെ നമ്മളെ ചെങ്ങായി നീച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ എങ്ങോട്ടാ പോണേ? ഇനി എങ്ങോട്ടാ പോണ്? ഓന് അപ്പുറത്തോട്ടൊക്കെ കളിച്ചാൻ പോവാണ്. രാവിലെ നീച്ച് വെക്കണേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നീച്ച് ഞാൻ നോക്കിയപ്പോൾ ഈ പെരിയിൽ ഒടി ആളില്ല. ഞാൻ റൂമിൽ കൂടെ കടന്ന് തെരിയാണ്. അപ്പം മുണ്ടാതെ നീച്ച് പോയിട്ട് അപ്പുറത്തെ പെരിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ആട്ടി തൊളിച്ച് കൊണ്ടുവന്നാണ് ഇപ്പോൾ. എന്നിട്ടിപ്പോൾ ചായയൊക്കെ കൊടുത്ത് എന്താ പറയാല്ലേ അതിന് മുട്ടിക്കാണ്. പിന്നെ ഇന്ന് നഴ്സറി ഇല്ലേ? ഇന്നുണ്ട്. ചൊവ്വാഴ്ച നാളെ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ കേട്ടോ. നാളെയും മറ്റന്നാളും ഇല്ല എന്നാണ് ഈ പറയുന്നത്. എന്തൊക്കെ എന്നിട്ട് നഴ്സറിന്ന് പഠിച്ചേ? ഇങ്ങോട്ട് നോക്ക്. അതോ എന്തൊക്കെ പഠിച്ചാലും പൂച്ചനെന്താ പറയാ? അപ്പൊ പട്ടിക്കോ? പട്ടി പറയില്ല. എന്നാലും പറയാ. പട്ടിക്ക് എന്താ പറയാ? പട്ടിക്ക് എന്താ പറയാ? പറയും എന്നാലും പട്ടിക്ക് എന്താ പറയാ? ഡോഗ്. പശുവിനോ? അമ്പല്ല. കൊറേ അമ്മക്ക് കൗ അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ ചോക്ക്? ഞാൻ പറഞ്ഞ ശരിയല്ലേ? പോട്ടെ. കുറച്ച് കഴിഞ്ഞായിരുന്നോ? ശരി ഉണ്ട് കേട്ടോ. ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വിളിച്ചു. അപ്പൊ നല്ല കുട്ടിയായി വരണോ? അപ്പൊ വെച്ച് ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പൊ ഞാൻ പോവാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാണോ? പായുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ വരുന്നട്ടോ. അങ്ങനെ ടൈം ഇപ്പോൾ 9 മണി ആവാനായി. അതിന് മുന്നേ ഉപ്പേരി ഒന്ന് തീരുമാനാക്കണതിനില്ല. മറ്റുള്ളിയും കാര്യമൊക്കെ അരഞ്ഞ് വെക്കണം. അടുക്കളയും പാടൊന്ന് അടിച്ചു വരാണ്ട് അതൊന്ന് വൃത്തിയാക്കണം. നമ്മളെ പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞ് ചോറ് വെച്ചിട്ടില്ല. അല്ലാത്ത പരിപാടിയൊക്കെ കഴിഞ്ഞേക്കണ്. ഇവിടെ ഒരാൾ നേച്ചരിക്ക് പോവന്നെ. പോയി എല്ലാവർക്കും ടാറ്റെടുത്താ. ഇത് ഉമ്മാൻ്റെ സാരി ആട്ടോ. ഒന്ന് ആ പരിപാടിക്ക് വാങ്ങിയത്. അതൊന്ന് കൊടുക്കണം എന്നുണ്ട്. മറ്റേ ഇൻഡിക്കേറ്ററൊക്കെ ഓണാക്കിയിട്ടേക്കണ്. കണ്ടേ? ഉള്ള കുട്ടിയാണ് ഓളോട് കളിച്ച. ഞാൻ പോവാണ് ഗൈസ് പറഞ്ഞോളാ. ടാറ്റ കൊടുത്ത എല്ലാവർക്കും ടാറ്റ കൊടുത്ത. മറ്റേ ഞങ്ങൾ പോട്ടെ വന്നിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയേക്കണ്. പെരിയിലെത്തിയേക്കണ്. മറ്റേ താത്താൻ്റെ ചെക്കന്നല്ല കൊയിഞ്ഞാടിയിട്ട് എന്തൊക്കെ സംഭാവനയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ കാരണം മുറിയൊക്കെ കഴിക്കണേ. നമുക്ക് പോയി നോക്കാം. ഞാൻ അതുകൊണ്ട് നഴ്സറിയിലേക്ക് വന്നാട്ടോ. ഇപ്പോൾ പോകണം. കുറച്ചേരം നിൽക്കാൻ വിചാരിച്ചു വന്നാ. എന്തേ നല്ല സ്ഥലമുണ്ട്. എന്ത് അതോ നല്ല കുട്ടിയോ? എന്താ സാരിയോ? തിരുമ്പിയോ? ആദ്യമായിട്ട് എടുക്കണോണ്ട് നാസ്താത്താക്കൊന്നും പിടിച്ചിട്ട് കിട്ടില്ല.
ആ അവനൊന്ന് കുഞ്ഞു കുഞ്ഞുമോക്ക് അറിയില്ല. ഇതിലെ കുപ്പായൊക്കെ അതിലുണ്ട് ഇല്ലേ? ആ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കുപ്പായൊക്കെ. ആ ചേരണൊക്കെ ഉണ്ട്. ചോദിച്ചത് ആർക്കാന്ന്? മോളൂന് അമ്മായിമ്മ പടി എത്രയും കാലമായിട്ട് ഞാൻ തൊട്ടിട്ടില്ല. അന്ന് പണിയൊക്കെ കഴിഞ്ഞോ? പണിയില്ലേ, ചോറക്കണം, മീൻ വാങ്ങി വെച്ചിക്കണം. ഇവിടെ ഒരാള് കാല് നീണ്ടി കൊത്തിരിക്കുകയാണ്. ഒരു മുറിയാണ് ഇതൊക്കെ കേട്ടോ. അടച്ചതാ. ഇത് മാത്രല്ലേ, അതാണ് സഹിച്ചാൻ പറ്റാത്ത. എന്തുണ്ടായ നല്ല മുറി കേട്ടോ. ഞാൻ മിന്നായ പോലെ കാട്ടി തരാം. അല്ല എന്തുണ്ടായേ? എന്തുണ്ടായ സത്യം പറഞ്ഞ? ഓ കുലുക്കി എന്നിട്ട് ജോൻ കുലിക്കോ ജോണോ? എന്നിട്ടോ വീണോ? ഇത് ഒറ്റക്കാണെങ്കിൽ സഹിച്ചൊക്കെ. ഇതാണേ എവിടെ വരണ്ടോ? സ്കൂൾക്കും പോണ്ട, മദ്രസക്കും പോണ്ട. ശരിയായി പോയിട്ടുള്ളൂ. 4 ദിവസമായിട്ടില്ല, ഒരാഴ്ച ആവുള്ളൂ പോയിട്ട്. ഉറക്കം കണ്ടെന്നിട്ട് വേദന കൊണ്ട്. ഇതേത് ഓൽമെന്റ് വെള്ളയാണല്ലോ. ഇത് വെള്ളയാണ്. അതാണ് അതിപ്പോ നല്ലത്. ആണോ? കൊറേ ഇതുണ്ട്. മറ്റേ നീര് വെച്ചിട്ട് നടക്കാൻ പറ്റേ നടക്കാൻ പറ്റൂല. അത് ഇവിടെയല്ലേ നടക്കുമ്പോ ഇങ്ങനെ മടങ്ങൂലേ? അതിന്റെ ഞാനേ അത് തുടങ്ങുമ്പോ അതിലാറെ വേനൽക്കാലം. പാലാ ഒപ്പം കളിച്ചോലൊക്കെ അവിടെ ഓല പെരിയില്. ഞാൻ അന്ന് കൊയിനാട്ടിട്ട് ഞാൻ നൂലോലിച്ചല്. ഞാൻ പെരും കരച്ചില് കരിയനിയോനെ. അപ്പൊ രണ്ടാണ് കൊടുക്കുക. അതിപ്പിച്ച് ഫോട്ടോ വിട്ടപ്പോ അടങ്ങുക കേട്ടോ. അടി മാണ്ട, നമുക്ക് ആസ്പത്രിയിൽ കൊണ്ടുപോയി. ഒരൊറ്റ വണ്ടി വിളിച്ചിട്ടും കിട്ടുന്നില്ല. എല്ലാരും അവിടെ ഇവിടെ അറിയുന്നു. തന്നെ വിളിച്ചതേറ്റിയാണ്. പിന്നെ തിനേറ്റ് കാലെങ്ങനെ തൂക്കിട്ട് തിനേറ്റ് കൊണ്ടുപോകാൻ വയ്ക്കൂലല്ലോ. ഓളൊപ്പം എടുത്തുകാണ്ട് ഓട്ടോറിക്ഷയ്ക്ക് വെച്ചിക്കണേ. ഇച്ച് 12 ഞാൻ ആസ്പത്രിക്ക് ഇങ്ങനെ എടുത്തപ്പോ കൂടി. അപ്പൊ പറഞ്ഞു ഞാൻ നടന്നോളാറുന്നു. ഓനെ വെയിക്കണ്ടേ. എന്താ പരിപാടി? ചാടിച്ചോ? ആ കണ്ണുമുറൊക്കെ ഒറ്റ ഇരിക്കണല്ലോ. എന്നിട്ടേ ഗുളിക കുടിച്ചോ? ശ്രദ്ധിച്ചാ വരികയായിരുന്നു. ഇപ്പൊ ചായയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഗുളിക ശ്രദ്ധിച്ചായില്ലേ? പള്ള വേദന്റെ ഗുളി കുടിച്ചിട്ടേ പള്ള വെച്ച് ചാച്ചപ്പോ കണ്ടടാ. കഞ്ഞി കൊടുക്കട്ടെ വേദന വേണ്ടി. ഇതുണ്ടോ വയക്കുണ്ടോ? ഏതായാലും നല്ല കാപ്പി. ഈ ഭാഗം ഫുള്ള് ആ ഭാഗത്തൊക്കെ ഒരു കുഴപ്പമില്ല. ഈ ഭാഗക്കാണെങ്കിൽ ഇവിടെ ഇതിങ്ങനെ നോക്കാച്ചു. അവിടെ എങ്ങനെ എടുത്തിരുന്നു അങ്ങനെ അങ്ങനെ ഇവിടെ ആകാൻ സാധ്യത എന്താ? നിങ്ങളെന്താ മരണക്കിണർ കളിച്ചാലോ സൈക്കിളേറ്റ്? ഞാൻ കളിച്ചില്ല. എവിടെ കാല് നാശായി, കജ്ജ് നാശായി. ഇപ്പൊ അതൊന്നായിട്ട് തോന്നുമ്പോയിക്കണം. മാ കാണാൻ വെച്ചമ്മ ഒന്നായിട്ട് പോയിക്കണമ്മ. എന്താ കാട്ടന്മാരൊന്ന് വിളിച്ചാണ്. ഞാൻ ഇത്ര ഒന്നും ഇല്ലല്ലോ. 2 കൊടുക്കാറ് ഞാനൊരു വടി എടുത്തുകാണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കുക. ഇങ്ങനെ കളിച്ചെടുക്കുന്ന കുട്ടികളോട് എന്താ പറയാല്ലേ? ഓന്റെ മുറി ശരിക്കും കാട്ടി തന്ന യൂട്യൂബ് വേന വരുമോന്ന് അറിയില്ല. അതുകൊണ്ടാ ഞാൻ കാട്ടി തരാത്തെ. ഇളിച്ച് നിക്കണ വാതില് പോത്തിന്റെ തോലൂരി അതില് കിടക്കണ്ട്. ഇപ്പൊ കളിച്ചാൻ പോണല്ലേ? കളി പ്രാക്ടീസ് മുടക്കരുന്ന് മറ്റേ ജഗതി പറഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങോട്ട് നോക്ക്. ഇനി തല്ലുവിടുമ്പോ എന്റെ മുറിമ തൊട്ടാ മതിയല്ലോ അല്ലേ? എങ്ങനെ പറഞ്ഞ് ഞാൻ വരും. ഞാൻ 2 ദിവസത്തിനുള്ളിൽ വരും. എന്താ സന്തോഷം. ഇതെന്താ ചോദിച്ചു. അപ്പൊ ചെന്താട്ട് കാട്ടൂല. തല്ലൂടാൻ വരുള്ളൂ. എന്താടാ
പോവാൻ നോക്കട്ടെ. പത്തരി എന്താ ചോറിന് കൂട്ടാന്? മീൻ വാങ്ങി വെച്ചിക്കണ്. ഷെബി കുളിച്ചോ? അന്ന് ലീവാണല്ലോ അല്ലേ? ക്ലോക്കൊക്കെ ചുമരുമൂരി സമയം ശരിയാക്കാൻ വേണ്ടിട്ടേ. ഇത് ശരിയായോ? എന്താ നോക്കട്ടെ, ടൈം എത്ര ആയി? ഇന്നലെ അന്തിക്കൂലി വെച്ചാണ്. ടൈമൊക്കെ 11 മണിയായി. 11 ആയിക്കണോ? 10:30 10:15. അതിന് 10 ആയിക്കണോ? 9 മണി ആവണുള്ളൂ, നേരം വിളിക്കണുള്ളൂ. അല്ല 10 10 19 ഇങ്ങനെയല്ലോ. ഇത് മറ്റേ മൈജീത്തെ കേട്ടോ. അനു എന്നിങ്ങനെ ടിപ്പാക്ക് ഫോം വാങ്ങിയിട്ട് മുന്നാണ്. എല്ലായിടും ഉണ്ട് മുന്നന്റെ പേര്. ഇത് പെട്ടെന്ന് ഉള്ളു വൈദ്യുത നിക്കണേ, വേറൊക്കെ ചത്തുക്കണേ. ഇതന്നെ ഉള്ളു. ഇതിങ്ങനെ ജീവൻ ഉണ്ടില്ല റോഡാണ് അപ്പൊ ചത്തുക്കണേ. വേനുണ്ടെന്നിട്ട് ഇപ്പോ സഞ്ചാരം ഉണ്ടോ? പിന്നെ രാവിലൊക്കെ വേദനയും നടക്കാൻ വയ്ക്കണ്ടേ? ഉറങ്ങിച്ച വേന കൂടുകയെ. നടക്കാൻ വയ്ക്കണില്ല. കാര്യം വണ്ടി വന്ന് കൊഞ്ഞാല് നല്ല വേദനയാണ്. അനുഭവം കൊണ്ട് മാറൂല. ഡോക്ടർ പറയാൻ മുട്ട് മാറാൻ പ്രയാസേക്കാറുണ്ട്. കൊറേ ദിവസം പിടിച്ചു. കാരണം ഇങ്ങനെ മടക്ക് ചെല്ലണല്ലേ. ആ ഏരിയ ഒക്കെ അങ്ങനെ തന്നെയാണ്. എത്ര കാലം വലിപ്പാണ്. അന്റെ തന്നെ എത്ര ഉള്ളുണ്ട് ഇരുന്ന് വെച്ച് ജീവൻ പോകുന്നില്ലേനു. അപ്പൊ അവളെ സമ്മതിച്ചണ്ടേ. അതാ വണ്ടിമത് പോണ മുട്ടിന്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ. വരണ്ടി പൊയ്ക്കുകയും ചെയ്യും. ഇത് തോലാണ്ട് പോവുകയാണ്. അപ്പോഴാണ് വേന ഒന്നായിട്ട് പോകുകയാണെങ്കിൽ ഇത്ര വേനല്ലോ. എന്തെന്നിട്ട് കടി ഉണ്ടാക്കി? ദോശ ആണോ? മുട്ടക്കറിയും ദോശയും വരുന്നീന്റെ ഒച്ചയും മുളിയാട്ടങ്ങളെ കേക്കണത്. എന്തോ ഒരു കഷ്ടണ്ട് അല്ലേ? എന്താ കാട്ടണേ? ഇവിടെ തലക്കണൊക്കെ കയറ്റിയേക്കാൻ വേണ്ടി ഒരു തലക്കണിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഫോൺ ടൈം കഴിഞ്ഞല്ല, ടി വി ആണല്ലേ ഇനിയിപ്പോ റെസ്റ്റ് ടൈമാണ്. കുട്ടിക്കല്ലേ പനിയുണ്ടോ? മുറി വയ്ക്കണീ പനി ഉണ്ടാവതിയാനേ. എന്താ മാണ്ടി കൊടുക്കണം. പാവാണ്. തിന്ന തടിമല്ലേലും ഇങ്ങനെ പീടിന്ന് വരാത്ത ആളാ. ഇനിയിപ്പോ അങ്ങനെ ഇപ്പൊ പീടിക്ക് പോവാ. ഇപ്പൊ മന്തിരേ തിന്നാ വാങ്ങ. എന്താ മാണ്ടി? ആയി നമുക്ക് ഒരു ദിവസം ചോക്ലേറ്റും പീടിക്ക് പോണം കേട്ടോ. അതിനോട്ട് മാറാനാ വണ്ടി മേടിച്ച് കൊണ്ടുപോവാ. ഇജുണ്ടോ? ഒരു പാത്രത്തില് ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് കൊറേ സാധനമൊക്കെ ഇട്ട് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇട്ടിട്ട് ഞാൻ പെട്ടെന്നിട്ട് പോണം കേട്ടോ. ഇല്ല ഞാൻ ഇത് മുണ്ടാതപ്പോ വിചാരിച്ചേ ഇമ്മല്ലാന്നകണം ഉമ്മാക്ക് ഷുഗറായിട്ട്. ഇല്ലല്ലോ? നല്ല തിന്നോ. കേക്ക് എത്ര പൈസ ഇത് വാച്ചി വന്നല്? 2 3 എന്നിട്ട് പേടിയാണോ അല്ലേ? എന്റെ കൂട്ടാൻ്റെ കൂടെ അല്ലേ എന്താ ഷുഗറിന്റെ ഇല ഉണ്ട്. ഇല ഓന്റെ അമ്മമ്മക്ക് ഷുഗർ. അപ്പൊ ഈ ഇല എന്നിട്ട് മാറിയല്ലോ. ഷുഗറോ? എന്താ കൊടുന്നേരുണ്ട്. എവിടെയാണ്? പൈസക്ക് വിൽക്കാളോ? ആയിക്കോട്ടെ. 50 രൂപയ്ക്ക്. 50 രൂപ തരാം. മാറുണ്ടോ? മാറുണ്ടോ? മാറി. എവിടെ? അക്കുന്റെ അനുഷന്റെ അവിടെ. എന്ത് ഷുഗറാ? ഇല എച്ചറിയില്ല എന്തിന്റെ ഇലയെന്നാവോ. ഷുഗറിന്റെ ഇനിച്ച് പോയി മാറിയിട്ട് വാങ്ങിക്കൊണ്ടു കേട്ടോ. 50 രൂപ എന്നാലും മാറില്ല. മാറണം. അക്കുന്റെ അമ്മക്ക് മാറി. അല്ലേ? അങ്ങനെ ദിവസം തിന്നണ്ടേക്കാരം. നിങ്ങക്കറിയോ? ഞാൻ പോകാൻ നോക്കട്ടെ. ഞാൻ ഓർഡർ ചെയ്തോ. ഓന് ഉന്നൊക്കെ നോക്കി കിടക്കണം. അല്ല വേറൊരു വജ്ജും ഇല്ല. സുന്നത്ത് അയച്ചണ പോലെ കിടക്കണത് കിടക്കണ കടത്തം കണ്ടോ? ഈ ഇപ്പച്ചിന്റെ വരെ പോണില്ലേ? ആയതുകൊണ്ട് സുഖമായി കിടക്കുക. അവിടെ പോയാ മുറിയില് സ്കൂൾക്ക് പോണം. ഈ മുറിയായിട്ടൊന്നും പോകാൻ പറ്റൂല. നീരങ്ങനെ ഒലിച്ചുണ്ട്. ഉണങ്ങി അപ്പൊ തന്നെ പോണം. അതിന് തെണ്ടാൻ പോയിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും അറിയാലോ. തെണ്ടാണ് ഇവിടുന്ന് വജ്ജാണ്. അല്ലെങ്കിൽ ഓനെ അവിടെ നിർത്തും ഞാൻ. മതസ്കോ ഇറങ്ങാറല്ലേ? മതസ്കോ ഇറങ്ങാറാണ്. സ്കൂൾക്കാണെങ്കിൽ പിന്നെ കുറച്ച് അപ്പൊ ഇങ്ങോട്ട് പെറ്റിടക്കുമ്പോ ഇപ്പൊ ഇവിടുത്തെ ഓട്ടോറിക്ഷയിൽ ചോദിച്ചു നോക്കണം സ്കൂൾക്കൊക്കെ പോകാൻ. അപ്പൊ ഞാൻ ആദൂനെ കൊണ്ടുവരാൻ പോകുമ്പോ ഇവിടെ ഇറങ്ങി നിന്നാ മതി.
അങ്ങനെ എന്തെങ്കിലും കുറച്ച് ദിവസമൊക്കെ ഇറങ്ങുന്നവർക്ക് ആവേണ്ടിയിരുന്നല്ലോ. അപ്പൊ എനിക്ക് ജിയോ മച്ചാൻ അറിയില്ലേ ആ അവന്റെ പെണ്ണുങ്ങൾ പറ്റും. ചങ്ങായി ജിയോ മച്ചാന്ന് പറഞ്ഞാല് എംഫോട്ടൊക്കത്തെ ആളെ പെണ്ണുങ്ങൾ പ്രസവിച്ച്. മറിയമ്മ എന്നാ പേര്. മറിയമ്മ. മറിയമോ? നിങ്ങളെ കുട്ടിക്ക് എന്താ നിങ്ങള് പേരിടുന്നേ? ആ നിങ്ങള് പറഞ്ഞ ഞാനല്ല നിങ്ങളല്ല. ആരെ പേരുന്ന്? അനക്കറിന്റെ പേര് മനസ്സിൽ കണ്ടച്ചാല് പേരറിയില്ല. ഇതിനൊക്കെ കണ്ട ചീനിയല്ലോ. അത് ആൺകുട്ടിക്ക് ആൺകുട്ടിക്കറിയോ? ആൺകുട്ടിക്ക് നല്ല പേരായിരുന്നു. ആൺകുട്ടിക്കോ? അത് പൊറുമ്പോ പറയാ. പൊറുമ്പോ പറയാ? പൊറുമ്പോ പറയും. ഞാൻ പോയിട്ടോ കറന്നോ പോയി പൊയ്ക്കോളിന്നാല് പോയിടാ. അങ്ങനെ വിചാരിച്ചാത്ത ലോട്ടറി അടിച്ചിരിക്കണം. എന്താ വിചാരിച്ചാല് ഞാൻ രാവിലെ വരി പോയി ഉമ്മാന്റെ സാരി കൊടുക്കാന്. അപ്പം ഇവിടുത്തെ ഉമ്മ പൂളപ്പാടത്തേക്ക് പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് നേരെ 2 ദിവസം പെരിയിൽ പോയി നിന്നാലേ ചോദിച്ച് ഞാൻ പെരിയിൽ പോവാണ്. ഒന്നും നോക്കില്ല, പെരിയിൽ പോവാണ്. അപ്പൊ ഞാൻ പെരിയിൽ പോകണം. നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മള് പെരിയിന്ന് കെട്ടിച്ചോടത്തുനിന്ന് എങ്ങനെ ആയാലും നമ്മള് പെരിയിൽ പോകുമ്പോ ഒരു വേറെ രസകാരം. അപ്പൊ പെരിയിൽ പോകണം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആയിട്ട് പോകണമെന്നുണ്ട്. അപ്പൊ ഇനി വീതനയും കാര്യമൊക്കെ തുറക്കാറുണ്ട്. മീനായിട്ട് വേണം പുറത്തൊക്കെ ഇറങ്ങാൻ. അപ്പൊ ഏതായാലും പെട്ടെന്ന് പരിപാടിയും കാര്യമൊക്കെ കഴിച്ചട്ടെ, വെള്ളിയാഴ്ച ആയതുകൊണ്ട്. അപ്പം നേരം 12:30 ആയിട്ടോ. അപ്പൊ ഇനി വേഗം പണി കഴിച്ചട്ടെ. അങ്ങനെ ഇന്നത്തെ മാതിരി ടൈം 3 മണിയായി. ഞാൻ ആ വണ്ടിൻ്റെ ഇതൊക്കെ ഊരീന് അതിട്ട് വേണം വണ്ടിയൊക്കെ ഉണങ്ങി സെറ്റപ്പായി. ഇനി മറ്റവനെ കൊണ്ടുവരാൻ പോട്ടെ. ഹെൽമെറ്റൊക്കെ തുടച്ച് തേക്കി വെച്ചിരുന്നു. അപ്പം ഇനി പോട്ടെ. നമ്മളിപ്പോൾ പെരിയിൽ നിൽക്കുകയാണ്. പോകാൻ വേണ്ടി നിൽക്കുക. ഉമ്മാനെ പൂളപ്പാടം കൊണ്ടാക്കി അവിടുന്ന് വരികയാണ്. ഒരാൾ കുത്തിന്ന് ഐസ്ക്രീം തിന്നാണ്. ഇനി പെരിയിൽ പോകണം. ഉമ്മാനോട് ഇത്രയും നേരമായിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ വിചാരിച്ചില്ല. അപ്പോൾ വേഗം പോകാൻ നോക്കട്ടെ. ഡ്രസ്സും കാര്യമൊക്കെ ഉള്ളിലാണ്, എടുക്കട്ടെ. അങ്ങനെ നേരം ബാങ്ക് കൊടുക്കാനായിട്ട് മഗ്‌രിബ് കൊടുക്കാനായപ്പോൾ വേഗം പോട്ടെ. ലഗേജും കാര്യമൊക്കെ ഉണ്ട്. ഇത് ഉമ്മാക്ക് കൊടുക്കാനുള്ളൊരു കവറാണ്. അടിയത്തെ ലഗേജാണ് എൻ്റെ. അപ്പം പോയൊക്കെ അവിടെ ഒക്കെ കുത്തിരിക്കാരം കേട്ടോ. അന്ന് വിട്ട് മറ്റോനും ഏതായാലും പോയൊക്കെ അതിൽ പട്ടി പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അച്ഛന്മാരുടെ അടുക്ക് പോവാണ്. ഓനാളായിട്ടോ ഇല്ല എന്നോട് പോകാനൊക്കെ പറഞ്ഞിനി. ഇപ്പൊ ഞാൻ നോക്കിയപ്പോണ്ട് സ്കൂട്ടിന്റെ മുന്നിൽ ഇന്ത്യയിലാറ് സാറായിട്ട് ഇല്ലാർന്നീനി കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ പോട്ടെ. നമ്മളിവിടെ എത്തി. എല്ലാരും ഇവിടെ കുത്തിരിക്കുന്നുണ്ട്. വന്നായി ശരിയാ. കന്നുമാടല്ല പെരുമഴയായിട്ട് കുറച്ച്. ഞാൻ വന്നപ്പോ തന്നെ പെരു ഇട്ടാണ്. വേഗം വണ്ടി എടുത്ത് പോന്നാ. പിന്നെ വണ്ടി ഇവിടെ വണ്ടി പുറത്ത് വെച്ചിട്ട് കഴിക്കിയതാണ്. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനി ചോറില്ല. ചോറ് കുറച്ചുണ്ട്. ഇനി കഞ്ഞിയും വേണം. മീൻപൊരി ഉണ്ട്. ഓന്റെ നാവേ അതിന്റെ നാവ് സാറാക്കതാ. അല്ല ഞാൻ രാവിലെ എന്തപ്പോ പറഞ്ഞില്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അച്ഛമ്മ പൂമോളെന്നാ വരില്ലേ ഉണ്ടോ? ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിട്ടോ. ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ. അതെല്ലാരും ചെയ്യട്ടോ.